നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഒരു മാസത്തിൽ താഴെ മാത്രമേ സമയം ബാക്കിയുള്ളൂ. ഇപ്പോൾ ഓരോ രാജ്യങ്ങളായിട്ട് അവരുടെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രാൻസ് അവരുടെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ ബെൽജിയം ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏഷ്യൻ വമ്പന്മാരായ ജപ്പാൻ അവരുടെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വമ്പൻ പോരാട്ടങ്ങൾ കുരുങ്ങുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാലോ, ബെൽജിയത്തിനെ പോലൊരു ടീം അവരുടെ സുവർണ തലമുറയും കൊണ്ട് വന്നിട്ട് ഇതുവരെ കിരീടത്തിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇത്തവണ അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകരെ നോക്കുന്നത്. ഗ്രൂപ്പ് ജിയിലാണ് ബെൽജിയം ഉള്ളത്. ഈജിപ്തും ഇറാനും ന്യൂസിലാൻഡുമാണ് അവർക്കൊപ്പമുള്ളത്. ഗ്രൂപ്പ് എഫിലാണ് ജപ്പാനുള്ളത്. നെതർലൻഡ്സും സ്വീഡനും ടുണീഷ്യയും ഒക്കെയാണ് അവരുടെ കൂടെയുള്ളത്. രണ്ട് ടീമിലും സൂപ്പർ താരങ്ങൾ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്ക്വാഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ബെൽജിയത്തിൻ്റെ സ്ക്വാഡ് നോക്കാം, അതിനുശേഷം നമുക്ക് ജപ്പാൻ്റെ സ്ക്വാഡ് നോക്കാം. ബെൽജിയത്തിൻ്റെ സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരായിട്ട് തിബോട്ട് കോർട്ടുവ, സൂപ്പർ താര സംഗമമാണ്. റയൽ മാഡ്രിഡിൻ്റെ തിബോട്ട് കോർട്ടുവ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സെന്നെ ലെമൻസ്, സ്ട്രാസ്ബർഗിൻ്റെ മൈക്ക് പെൻഡേഴ്സ് എന്നിവരുണ്ട്. ഇനി ഡിഫൻഡർമാരായിട്ട് എസ് മിലാൻ്റെ കോനി ഡി വിൻഡർ, സ്പോർട്ടിംഗ് CPയുടെ സെനോ ഡെബാസ്റ്റ്, ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ആർദർ അറ്റിയേറ്റ്, ലില്ലിയുടെ നെതാൻ എൻഗോയി, ക്ലബ് ബ്രൂഗയുടെ ബ്രണ്ടൻ മെഷലെ, ലില്ലിയുടെ തോമസ് മുനിയർ, ബ്രൈറ്റൻ്റെ മാക്സിം ഡി കുയിപ്പർ, പിന്നെ ക്ലബ് ബ്രൂഗയുടെ ജോക്കിൻ സെയ്സ്, ഫുൾഹാമിൻ്റെ ടിമോത്തി കാസ്റ്റഗ്നെ. ഇനി മധ്യനിരയിലേക്ക് ആസ്റ്റൺ വില്ലയുടെ യൂറി ടിൽമെൻസ്, റേഞ്ചേഴ്സിൻ്റെ നിക്കോളാസ് റെസ്കിൻ, ആസ്റ്റൺ വില്ലയുടെ അമാരു ഒനാന, ജിറോണയുടെ എക്സൽ വിറ്റ്സൽ, ക്ലബ് ബ്രൂഗയുടെ ഹാൻസ് വനാക്കൻ, ഒപ്പം നാപ്പോളിയുടെ കെവിൻ ഡി ബ്രൂയിനെ. മുന്നേറ്റത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജെർമി ഡോക്കു, ആഴ്സണലിൻ്റെ ലിയാൻഡ്രോ ട്രൊസാഡ്, ബെൻഫിക്കയുടെ ഡോഡി ലുക്കെബാക്കിയോ, AC മിലാൻ്റെ അലക്സിസ് സീൽസ് മേക്കേഴ്സ്, പിന്നെ സ്ട്രാസ്ബർഗിൻ്റെ ഡിയേഗോ മൊറീറ, പിന്നെ ജെൻറ്റിൻ്റെ മാറ്റിയസ് ഫെർണാണ്ടസ് പാർഡോ, നാപ്പോളിയുടെ റൊമേലു ലുക്കാക്കു, അറ്റ്ലാന്റയുടെ ചാൾസ് ഡി കെറ്റ്ലർ. ഇതാണ് അവരുടെ സ്ക്വാഡ്. സോ കിഡിലൻ സ്ക്വാഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. മറുഭാഗത്ത് ജപ്പാൻ്റെ സ്ക്വാഡ് വന്നിട്ടുണ്ട്. ജപ്പാനും അതുപോലെ തന്നെ സൂപ്പർ താരങ്ങളൊക്കെ അണിനിരത്തിയിട്ടുണ്ട്. ഹിറോക്കി ഈറ്റോ ജപ്പാൻ ഈ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ടൊമോക്കി ഹയാൻക്വ, പിന്നെ കെയ്സുകെ ഒസാക്കോ, സിയോൺ സുസൂക്കി എന്നിവർ അവരുടെ ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഡിഫൻസിലേക്ക് യൂറ്റെ നഗാറ്റോമോ, അതുപോലെ ഷോഗോ ടനിഗൂച്ചി, കൗ ഇറ്റാക്കുഴ, പിന്നെ സുയോഷി വറ്റാൻബെ, അതുപോലെ ടെക്കഹിരോ ടൊബിയാസു, ഹിറോക്കി ഇറ്റോ, അയുമു സെക്കോ, യുക്കിനാഴി സുഗവാഴ, നോസുകെ സുസൂക്കി എന്നിവർ അവരുടെ ഡിഫൻസിലുണ്ട്. അതുപോലെ തന്നെ മധ്യനിരയിലും മുന്നേറ്റ നിരയിലുമൊക്കെ ആയിട്ട് അത് സൂപ്പർ താരങ്ങളെ തന്നെ അവർ അണിനിരത്തിയിട്ടുണ്ട്. വറ്റാരു എൻഡോ, ജൂനിയ ഇറ്റോ, ഡിയാച്ചി കമാര, കോക്കി ഒഗാവ, ഡൈസൺ മൈഡ, റിറ്റ്സു ഡോവൻ, അയാസെ ഉയിഡ, ആവോ ടനാക്ക, കേറ്റോ നക്കാമുഴ, കൈഷു സാനോ, ടക്കെഫുസ കുബോ, യുയിറ്റോ സുസൂക്കി, കെൻഡോ ഷിയോഗായി, കെയ്സുകെ ഗോട്ടോ എന്നിവരാണ് ജപ്പാൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ളത്. ഏതായാലും സൂപ്പർ താര നിബിഡമായിട്ട് തന്നെ സ്ക്വാഡുകൾ പ്രഖ്യാപിക്കുന്നു. എന്ത് സംഭവിക്കും USA കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.